Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good day, എല്ലാവരും. Yeah. Good afternoon. ഇപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് അല്ലെ. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാധാന്യമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഒരു ചെറിയ പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് സെക്കൻഡ് പാരഗ്രാഫ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO 7 അടിസ്ഥാന തത്വങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവ ശരിയായി പ്രയോഗിക്കുമ്പോൾ ഡാറ്റ കളക്ഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്സ്, പാർട്ടീസിന്റെ ഇടയിലുള്ള കോർഡിനേഷൻ എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ വിലയിരുത്തലിന് ഒപ്റ്റിമൈസേഷനും സഹായിക്കുന്നുണ്ട്. സമവത്തായ അടിസ്ഥാനമാക്കിയുള്ളതും വിപണിയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന സ്വമേധയാ ഉള്ള വിദഗ്ധരുടെ ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര ഗ്രൂപ്പാണ് ISO എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസില് ഉപഭോക്തൃ ശ്രദ്ധ, നേതൃത്വം, അതുപോലെ തന്നെ ആളുകളുടെ ഇടപെടലുകള്, പ്രോസസ് സമീപനം, അതുപോലെ തന്നെ എന്താ മെച്ചപ്പെടുത്തലുകൾ അല്ലെ, ഇംപ്രൂവ്മെന്റുകൾ പറഞ്ഞു. എൻഗേജ്മെന്റ് ഓഫ് പീപ്പിള്, പ്രോസസ് അപ്രോച്ച്, ഇംപ്രൂവ്മെന്റ്സ്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി അത്യാവശ്യമാണ്. ഉപഭോക്താക്കളില്ലാത്ത ഒരു സേവനമോ ഉൽപ്പന്നമോ വാഗ്ദാനം ചെയ്യാനായിട്ട് ആരുമുണ്ടാവില്ല അല്ലെ. ഉപഭോക്താക്കൾ ഇല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് കൊടുത്തിട്ട് കാര്യമില്ല. എന്താണ് കാരണം? അതിനത് സർവീസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ടും ആരും ഉണ്ടാവാത്തൊരവസ്ഥ. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ. ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിലും വാഗ്ദാനം ചെയ്യുന്നതിലും ഉൽപ്പന്നത്തിലോ സേവനത്തിലോ കോൺഫിഡൻസ് വളർത്തിയെടുക്കുന്നതിലൂടെയും അവരെ തിരികെ കൊണ്ടുവരികയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ. രോഗിയുടെ അനുഭവവും രോഗിയുടെ ഫലങ്ങള് അല്ലെ, രോഗിയുടെ ഫലങ്ങള് ഹെൽത്ത് കെയർ ക്വാളിറ്റി നിർവചിക്കുന്നത്. ഹെൽത്ത് കെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ അനുഭവം, അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ക്വാളിറ്റി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ, ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു നിർത്തുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. തേർഡ് പാരഗ്രാഫ് നോക്കാം. Third paragraph. While we do not want to patients cycling to a hospital more than needed, the hospital would like to be their provider of choice. Hospitalization is warranted. By considering the patient's perceptions of care, did they feel respected? Were they included in the plan of care and by fulfilling patient expectations? The financial assets of the healthcare system also will chime. As an example, the patient coming into the emergency department expected to be seen and cared for in a timely fashion. And one example of a
way to ensure the timely evaluation is to recorded when each member of the team arrives to evaluate the patient. As mentioned, while the patient remains the ultimate customer of healthcare institutions, it also should be emphasized that the people at every level of the organizations are one another's customers and each other's performance is interviewed. The goal is for each to meet or exceed the needs and the expectations of the groups department to be ready for the patient, and in turn the emergency physicians release on quick test result from the laboratory and the radiology department. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അവരുടെ വിശ്വസ്തത എന്ന് പറയുന്നത് അല്ലെ അവരുടെ വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ് ലോയൽറ്റി എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടുള്ള സർവീസ് പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ എല്ലാ കാര്യങ്ങളും അവരുടെ വിശ്വസ്തയോട് കൂടിയിട്ട് വേണം നമ്മള് ഓരോ പേഷ്യൻസിനും കെയർ കൊടുക്കാൻ. അപ്പൊ നമ്മള് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ അവർക്ക് എന്താണ് ഒരു വിശ്വസ്തത ഉണ്ടാവണം. നല്ല രീതിയിലുള്ള കെയറിംഗ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് അവരുടെ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയാലും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളായാലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു വിശ്വസ്തത അവർക്ക് ഉണ്ടാവണം അല്ലെ. അങ്ങനെയുള്ളൊരു കെയറിംഗ് ആയിരിക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കണം. ഈ അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോ ചില ഹോസ്പിറ്റലുകൾ എന്താണ് അവർക്ക് ക്യാഷ് കിട്ടാനായിട്ട് ഇപ്പൊ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അധികം ഗുരുതരമല്ലാത്ത അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കാന്ന് പറയുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ഇല്ലേ. എന്താണ് പ്രോഫിറ്റ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞത് അല്ലെ. ഓരോ ഹോസ്പിറ്റൽസ് ഇപ്പൊ ബിസിനസ് മേഖലയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ് അനാവശ്യമായിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാൻ പാടില്ല. അത്യാവശ്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഇങ്ങനെ അഡ്മിറ്റ് ആക്കിക്കൊണ്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. എപ്പോഴും പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പേഷ്യന്റിന്റെ കാഴ്ചപ്പാടുകള് അവരുടെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ഒരു കെയർ പ്ലാൻ വേണം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കെയർ പ്ലാനോട് വേണം കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആളുകൾക്ക്. അവരെ ബഹുമാനിക്കുക, അവരോട് റൂഡായിട്ട് പെരുമാറാൻ പാടില്ല, മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല. നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മിസ്ബിഹേവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മള് സർവീസ് കൊടുക്കേണ്ട കാര്യത്തിലായാലും റൂഡായിട്ട് പെരുമാറാൻ പാടില്ല, അങ്ങനെയുള്ള ഷൗട്ട് ചെയ്യാൻ പാടില്ല അല്ലെ. പല പേഷ്യൻസും ഇപ്പോൾ ചിലപ്പോൾ ആൻഗ്രി പേഷ്യൻസ് വരാം, അതുപോലെ തന്നെ എന്താണ് മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, പല രീതിയിലുള്ള പേഷ്യൻസ് വരാം അല്ലെ, കാമായിട്ടുള്ള പേഷ്യൻസ് വരാം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ എന്താണ് ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരിപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളും ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് പ്രശ്നം ഗുരുതരമാകുന്ന ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം വേണം അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറാനായിട്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവരെ ബഹുമാനിച്ചുകൊണ്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം നല്ല രീതിയിലുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു കെയർ പ്ലാൻ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ എന്താണ് അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റലിലായാലും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ നീഡ്സ് റിക്വയർമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള എക്സാമ്പിളോടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് the patient example അവിടെ കൊടുത്തിട്ടുണ്ട്. As an example, the patient coming into the emergency department expected to see and cared in a timely fashion. എന്താണ് അവിടെ പറയുന്നത്? നല്ല രീതിയിൽ അല്ലെ എമർജൻസി കെയർ വേണ്ടതായിട്ടുള്ള പേഷ്യന്റ് വരികയാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതനുസരിച്ചുള്ള അവർക്ക് ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ടാണ് പേഷ്യൻസ് വന്നിരിക്കുന്നതെങ്കിൽ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ അത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള പരിചരണം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലാതെ അനാവശ്യമായിട്ട് ഒരാൾ വരുമ്പോൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് വീട്ടിൽ പോയിട്ട് മരുന്നുകൾ കൊടുത്തു വിട്ട് അങ്ങനെ കഴിച്ചാൽ മതി, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയിക്കോളും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അയാളെയും കൂടിയും ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടിട്ട് അങ്ങനെയും ചികിത്സ കൊടുക്കുന്ന കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, അനാവശ്യമായിട്ടുള്ള. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ അത്യാവശ്യമായിട്ട് വരുന്ന രോഗികളെ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള കെയർ പ്ലാൻ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്ത് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. Next നോക്കാം. Leadership is essential at every level of strength of duties and missions of an organization, product or services. Leadership at the top is needed to set the mission and the vision of the organization and to promote support the efficiency and open communication by engaging unified and attainable approach to reach objectives via preset process or policies. Returning to our trauma scenario, the trauma surgeon ensures that the ATLS protocol is followed and appropriate interventions are taken, whether it is a test tube insertion and exploratory surgery. Their job is to encourage the team and communicate to need of the patients to those in the trauma bed and other involved parties such as the operations room and the intervention radiology. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? പാരഗ്രാഫിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു സ്ഥാപനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ തരങ്ങളിലും നേതൃത്വം അത്യാവശ്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചിലപ്പോ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകണമെന്നില്ല അല്ലെ. ചിലപ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിച്ചു കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഫുള്ളായിട്ട് നയിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വലിയ രീതിയിൽ അല്ലെ. എല്ലാ മെമ്പേഴ്സിനെയും അവിടെ പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, പല പല മെമ്പേഴ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, ടോപ്പ് ലെവൽ ടു ലോവർ ലെവലിൽ വരെയുള്ള എംപ്ലോയീസ് അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ ഒരു ഓർഗനൈസേഷനിൽ. അവരെ മൊത്തം ഒരു കൂടെ കീഴിൽ നയിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞാല് അത്ര എന്താണ് എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. അത്രയും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ആള് വേണം അവരെ നയിക്കാനായിട്ട്. അത്ര എക്സ്പീരിയൻസും അത്ര ക്വാളിറ്റിയും നല്ല കണ്ടേടവും അല്ലെ. അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ മൈൻഡുമുള്ള ആള് വേണം ആര്, ലീഡർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ തലങ്ങളിലും എന്ത് വേണമെന്നാ പറയുന്നത്, ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. നമ്മള് ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ സക്സസിന് വേണ്ടിയതായിട്ടും നമുക്ക് എന്താണ് ലീഡർഷിപ്പ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. എന്താ പിന്നെ ഓർഗനൈസേഷന്റെ വിഷൻ ആൻഡ് മിഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, ഇത് മുൻകൂട്ടി നിശ്ചയിച്ച റൂൾസ് വഴി ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നതിനുള്ള ഒരു സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സപ്പോർട്ട്, എഫിഷ്യൻസി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. നമുക്കറിയാം
മിഷനൊക്കെ അത് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി അത്യാവശ്യമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും. അത്തരത്തിലുള്ള പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും, പല രീതിയിലുള്ള വർക്കേഴ്സുകൾ ഉണ്ടാകും അല്ലെ. അവരെയൊക്കെ ഒരുമിപ്പിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ മിഷനും അച്ചീവ് ചെയ്യാൻ രീതിയിലുള്ള ആളുകളാക്കി മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ക്വാളിറ്റി ഉണ്ടാവാം, ചിലവർക്ക് നോളജ് ഉണ്ടാവാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പല പല ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അത്യാവശ്യമാണ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ എന്താണ് ചില ആളുകൾക്ക് സ്കിൽ ഉണ്ടാവാം, ചില ആളുകൾക്ക് നോളജ് കൂടുതലുണ്ടാവാം, നോളജ് കുറവുണ്ടാവാം. അപ്പോ നോളജ് കൂട്ടിയും അതുപോലെ തന്നെ സ്കില്ലുകൾ കൂട്ടിയിട്ടും ഓരോ ആളുകളെയും ബിൽഡപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇല്ലേ. നമ്മൾക്കായാലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്ത് വേണം? ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ എന്ന ആള് വേണം അല്ലെ. അപ്പൊ ഏത് മേഖലകളിലായാലും അവരെ ഒരുമിപ്പിച്ച് ഓരോ വർക്കുകൾ ഓരോ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, എല്ലാ വർക്കേഴ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ വർക്ക് അല്ലെങ്കിൽ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഒരു ട്രോമ സർജന്റെ റോള് ആണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ വൈസ് ആണ് ഇവിടെ പറയുന്നത്. നോക്കാം. ഗുരുതരമായിട്ട് പരിക്കേറ്റ മുറിവുകൾ സംഭവിച്ചിട്ട് ഒരാളെ കൊണ്ടുവരുന്നു, ട്രോമ പേഷ്യൻസ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജന്റെ ഒരു റോളാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് ട്രോമ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവരെ മാനേജ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ATLS പ്രോട്ടോകോൾ എന്ന്. അതായത് അതിന്റെ എക്സ്പയർഡ് ഫോം ഒന്ന് എഴുതി വെക്കാം. എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് trauma life support. Advanced trauma life support. Okay, അപ്പൊ trauma പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതെന്നാൽ ഒരു ട്രോമ പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ആണ്. ഓക്കെ, ട്രോമ പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനല്ലേ. ട്രോമ എന്ന് പറഞ്ഞാൽ വലിയ ആഘാതം, അങ്ങനെ മുറിവുകളോട് കൂടിയിട്ട് വലിയ ആഘാതത്തോട് കൂടിയിട്ട് പേഷ്യൻസിനെ സീരിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോ ചിലപ്പോ എന്താണ് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കാം അദ്ദേഹം വരുന്നത് അല്ലെ. സീരിയസ് ആയിട്ടുള്ള ഇൻജുറീസ് ഉള്ള ആളായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെസ്റ്റ് ഇൻസേർഷൻ അല്ലെ, ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷൻ ഒക്കെ ചെയ്തിട്ടാണ് അയാൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ പല സീരിയൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാലത്തോട് കൂടി കൊണ്ടുവരുമ്പോ ചിലപ്പോൾ ബ്രീതിങ് ഡിഫിക്കൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷൻ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതിലൂടെ ട്രോമ പേഷ്യൻസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ടും അതുപോലെ അവരുടെ വൈറ്റൽ ഫങ്ഷൻസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ലൈഫ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു എന്താണ് ഈ അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സർജിക്കൽ ആയിട്ട് നമുക്ക് എന്താണ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പ്രോട്ടോകോൾ വഴി. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള പ്രോട്ടോകോൾ ഇത്തരത്തിലുള്ള പ്രോട്ടോകോളുകൾ യൂസ് ചെയ്തുകൊണ്ട് ട്രോമ പേഷ്യൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ എഴുതി വെക്കാം ATLS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ട്രോമ പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് ഇത്.
ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 2 പാരഗ്രാഫ് വായിച്ചു നോക്കാം.
അയച്ചോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. Involvement of individuals at all levels is crucial to achieving the goals of an organization. Products or services, healthcare institutions are built on the strength and commitment of its people. It is ideal to have enthusiastic workers who are committed in their particular role within the process. By respecting those at all levels, there is an important in job satisfaction, motivation, and collaboration. There's better feedback for improvement within all stages of process. For instance, in the operating room, all providers have a non-pre-identified role, whether it is a scan technician monitoring the sterile field, is an anesthesiologist evaluating patient vitals, or the nurse who is leading the pre-operative timeout. Feedback from all providers is essential to ensure they can perform their job at the highest level possible. ഓക്കെ, ഈ പാരഗ്രാഫിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തലങ്ങളിലുള്ള വ്യക്തികൾക്ക് പങ്കാളിത്തം, അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് നിർണായകമാണ് അല്ലെ. നമുക്ക് അറിയാം, ഇതാണിപ്പോ ഓർഗനൈസേഷനിൽ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോപ്പ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് എന്താണ്, ചെറുത് തൊട്ട് വലുത് വരെയുള്ള എംപ്ലോയീസ് അല്ലെ, ടോപ്പ് ലെവൽ ടു ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന്റെ ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതിന്റെ ഒരു സക്സസിൽ ഏതൊരു ചെറിയ എംപ്ലോയി ആണെങ്കിലും അവര് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഏതൊരു ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ സർവീസ് വന്നു, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറി, ഹെൽത്ത് കെയർ മേഖലകളിൽ ടെക്നോളജി വന്നു, അതെല്ലാ പേഷ്യൻസും നല്ല രീതിയിൽ ഏറ്റെടുത്തു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവര്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സക്സസിനും എന്തുണ്ടെന്നാ പറയുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ചെറുത് എന്താണ്, ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ഇപ്പൊ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല, അവർക്കും ചെറുതും വലുതുമായിട്ടുള്ള എംപ്ലോയീസിനും എന്തുണ്ട്, വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. എല്ലാവരുടെയും കോർഡിനേഷനോട് കൂടിയിട്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കൊരു സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അവര് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങള് അതിലേക്ക് ശക്തിയും പ്രതിബദ്ധതയും അനുഷ്ഠിതമാണ്. ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നുണ്ടെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും വളരെ ശക്തിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ പ്രതിബദ്ധതയോട് കൂടിയിട്ട് പെരുമാറേണ്ട അത്യാവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും ഉള്ളവരെ ബഹുമാനിക്കുന്നതിലൂടെയും ജോലി സംതൃപ്തി, മോട്ടിവേഷൻ, കോർഡിനേഷൻ എന്നിവയിൽ പുരോഗതി കൈവരുന്നുണ്ട് അല്ലെ. ഇപ്പോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണ് ഏറ്റവും ലോവർ ലെവൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ അവർക്ക് നമ്മൾ അത്ര കണ്ട് നമുക്ക് എന്താണ് റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ എന്താണ്, നമുക്കറിയാം ഏറ്റവും ടോപ്പ് ലെവലിലായാലും മിഡിൽ ലെവലിലായിക്കോട്ടെ ലോവർ ലെവലിലായിക്കോട്ടെ ഉള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ എന്താണ്, ആ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടാണ് അല്ലെ സക്സസിലേക്ക്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് രീതിയിലുള്ള ഒരു ഭാഗമാണ് ഓരോ എംപ്ലോയീസും, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, രോഗികൾക്ക് സംതൃപ്തരാണോ അവര് അല്ലെ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അത് വളരെ എന്താണ് ക്ലീൻ അല്ലെ, നല്ല രീതിയിൽ ക്ലീൻ ആക്കി ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടേക്ക് പേഷ്യൻസ് വരില്ല, ഇൻഫെക്ഷൻ കൂടും അല്ലെ. അപ്പൊ അവര് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാലും
വളരെ നല്ല രീതിയിൽ അല്ലെ വളരെ എന്താണ് പ്രധാനമുള്ള ഒരു ജോലിയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ സ്റ്റാഫിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവര് ലോവർ ലെവലിലുള്ളതാണ്, ഇവര് മിഡിൽ ലെവലിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റാഫിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓരോ സ്റ്റാഫിനും അതിൻ്റെതായിട്ടുള്ള എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എന്താണ് നല്ല രീതിയിലേക്ക് സക്സസിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനം നല്ല രീതിയിലേക്ക് പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള നമ്മൾ ഓരോ സ്റ്റാഫിനും സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് മോട്ടിവേഷൻ ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകൾ ഇതൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിലൂടെയാണ് അവരുടെ സ്കില്ലും നോളജും ബിൽഡപ്പ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാൻ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച ഫീഡ്ബാക്ക് ലഭിക്കും അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാവുമ്പോ അവിടെ എന്താണ് പല പല ചിലപ്പോ എന്താണ് ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ട് വരാം. ചിലപ്പോ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ ചിലപ്പോ ഒന്ന് കുറഞ്ഞു പോവാം അല്ലെ. ഡോക്ടറെ കെയർ എന്ന് പറയുന്നത് ചിലപ്പോ ഒന്ന് കുറയാം, ചിലപ്പോ കൂടാം, അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ, പല ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, പല ഡോക്യുമെന്റ്സിലൂടെ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സർവേകൾ നടത്തിയിട്ട് അങ്ങനെ സർവേകളൊക്കെ കണ്ടക്ട് ചെയ്ത് പല ഫീഡ്ബാക്കുകൾ പേഷ്യൻസിന് എടുക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്, എവിടേക്കാണ് ചേഞ്ചസ് വരുത്തേണ്ടത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് മികച്ച ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ട് എവിടേക്ക് മെച്ചപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാരഗ്രാഫില്. ഓപ്പറേറ്റിംഗ് റൂമില് ഒരു ദാതാക്കൾക്കും എന്താണ് എല്ലാ ദാതാക്കൾക്കും അറിയപ്പെടുന്നതും മുൻകൂട്ടി തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാം ഓപ്പറേറ്റിംഗ് റൂമിൽ എല്ലാ ദാതാക്കൾക്കും അറിയപ്പെടുന്നതും മുൻകൂട്ടി തീരുമാനിച്ചതുമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അതായത് അത് എന്താണ് ചിലപ്പോ അണുവിമുക്തമാക്കിയിട്ടുള്ള മേഖലയിൽ നിരീക്ഷിക്കുന്ന സ്ക്രൈബ് ടെക്നീഷ്യനോ രോഗിയുടെ ജീവൻ വിലയിരുത്തുന്നതിനായിട്ടുള്ള അനസ്തേഷ്യോ അല്ലെങ്കിൽ എന്താണ് ശസ്ത്രക്രിയക്ക് മുമ്പുള്ള സമയപരിധിക്ക് നേതൃത്വം നൽകുന്ന നഴ്സോ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, പല എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നഴ്സ് ആവാം, അനസ്തേഷ്യ ആവാം, അതുപോലെ തന്നെ എന്താണ് ടെക്നീഷ്യൻ ആവാം. പല ആളുകളും നമ്മൾ കാണുന്നുണ്ട്. അവർ ഓരോരുത്തർക്കും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്നാൽ മാത്രമാണ് ഇനി അവിടെ വരുന്ന സ്റ്റാഫിന് നമ്മൾ അത്ര കണ്ട കെയറോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ ജോലിയിൽ ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റോ ഒന്നും ഉണ്ടാകില്ല. അപ്പോ അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക് നമ്മള് ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ മെച്ചപ്പെടുത്തി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. Process approach is key to achieving a constant desired outcomes. While it is often multiple interrelated processes that are required to achieve the ideal outcomes, these all must function constantly and as a result to drive once standardized individual process required continuous assessment and appropriate optimization if area needing improvement and identified and achieve the ideal outcome. These all must function consistently and as the unit to drive one standardized individual process required continuous assessment and appropriate to optimize if area needing improvement are identified. For the cardiac arrest patient, the process being the movement 911 is the called and the continuous assessment by EMS hand off to
hand off to the emergency departmental team. Performance of advanced cardiac level support protocol and throughout the patient's hospital stay by each aspect of care. Provide different services, each must be standardized and eventually optimized to achieve the ultimate goal of getting patient home safely with the minimally mobility. Okay, after നമ്മൾ ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഓരോ ഹോസ്പിറ്റലും യൂസ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാല് എന്താണ് ഹെൽത്ത് കെയർ മേഖലയിൽ നല്ലൊരു ഔട്ട്കം ലഭിക്കാനായിട്ട് അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്യുക. ഇനി ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അല്ലെ. അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളിലും സ്ഥിരത ഉറപ്പാക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആക്സസ് നടത്തുക. അപ്പോ നമുക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട എല്ലാ മേഖലകളും അനുസരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കം അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓരോ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഓരോ മേഖലകളിലും അല്ലെ, ഹോസ്പിറ്റലിലുള്ള ഓരോ മേഖലകളിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം, നല്ലൊരു ഔട്ട്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ എല്ലാ പ്രോസസ്സുകളും നല്ല രീതിയിൽ മാക്സിമം കൊടുക്കുക. ഓരോ സർവീസസുകളായാലും കെയറിംഗ് ആയാലും ട്രീറ്റ്മെന്റുകളായാലും പേഷ്യൻസിന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് അവരുടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ആ ഫീഡ്ബാക്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള അവിടെ കൊടുക്കുന്ന സർവീസുകളും കാര്യങ്ങളിലും നല്ല രീതിയിൽ മാക്സിമൈസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഒരു ഹൃദയാഘാത രോഗിയെ സംബന്ധിച്ചിടത്തോളം 911 എന്ന നമ്പറിൽ വിളിച്ചതിന് ശേഷം മുതൽ പ്രക്രിയ ആരംഭിക്കുകയും EMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി മെഡിക്കൽ സർവീസ് കേട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസ് EMS നമുക്ക് എമർജൻസി മെഡിക്കൽ സർവീസ് വിലയിരുത്തല്, അത്യാഹിത വിഭാഗ സംഘത്തിലേക്ക് കൈമാറല്, വിപുലമായ കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾ പ്രകടനം രോഗിയുടെ ആശുപത്രി വാസത്തിലുടനീളം തുടരുകയും ചെയ്യുന്നു. ഓക്കെ, അവിടെ എന്താണ്? ഒരു ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് ഈ പല പേഷ്യൻസും വരുന്നത് കാണാം അല്ലെ, കാർഡിയാക് അറസ്റ്റുമായിട്ട്. അതുപോലെ തന്നെ പല നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അഡ്മിറ്റ് ആയി കിടക്കുന്ന ടൈമിൽ ഇങ്ങനെ കോഡുകൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ പഠിച്ചില്ലേ? പല കോഡുകൾ ഇപ്പൊ ഫയറിന്റെ കോഡ്, അതുപോലെ തന്നെ എന്താ ഈ കാർഡിയാക് അറസ്റ്റുമായിട്ട് പേഷ്യൻസ് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അനൗൺസ്മെന്റ് നടത്തും. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ എന്താണ് അലേർട്ട് കൊടുക്കുന്നത്? രോഗിയെ കൊണ്ടുവരുമ്പോ ഡോക്ടേഴ്സും നഴ്സുമാരും ടെക്നീഷ്യൻസും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ സജ്ജമാക്കി റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു അലേർട്ടാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. രോഗിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉടനടി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എമർജൻസി ആയിട്ട് വളരെ തീവ്രമായിട്ട് പരിചരിക്കേണ്ട പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പലർക്കും ചിലപ്പോ എന്താ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാം. ഞാനൊക്കെ എന്റെ മദറിലോ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഡിസ്ചാർജ് അഡ്മിറ്റ് ആയ ടൈമിലൊക്കെ ആൾ ICUലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ കോഡുകൾ പറയും, കോഡ് 2 കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് നമുക്കറിയാം പഠിച്ചത് കാരണം നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കോഡുകള് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ പറയുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കോഡ് 2 കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അവർ പറഞ്ഞു. എല്ലാ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പല എക്യുപ്മെന്റ്സ് ആയാലും നല്ല രീതിയിൽ അങ്ങനെ ഒരു കൂട്ടമായിട്ട് അവർ നിന്നിരുന്നു ആ ടൈമിലൊക്കെ. അവിടെ അനൗൺസ്മെന്റ് നടത്തിയ, അതുപോലെ തന്നെ ഏത് ഫ്ലോറിലാണെന്ന് അവർ പറയും. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആ രോഗിക്ക് ഉണ്ടാകുന്നത്. ഹൃദയാഘാതവുമായിട്ട് വരുന്ന പേഷ്യൻസിന് എന്താണ് 911 എന്ന നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം പ്രക്രിയ ആരംഭിക്കുകയും അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസുകളിൽ
എന്താണ് അത് വിലയിരുത്തി അത്യാഹിത വിഭാഗ സംഘത്തിന് കൈമാറുന്നുണ്ട്. വിപുലമായിട്ടുള്ള കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോളിന്റെ പ്രകടനം രോഗിയുടെ ആശുപത്രി മാസത്തിലുടനീളം തുടരുകയും ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് അവർ ട്രീറ്റ്മെന്റ് നടത്തി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ചെക്കപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് രോഗികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പരിചരണത്തിന്റെ ഓരോ വർഷവും വ്യത്യസ്ത സേവനങ്ങൾ നൽകുമ്പോൾ ഓരോന്നും സ്റ്റാൻഡേർഡ് ചെയ്യുകയും ഒടുവില് കുറഞ്ഞ രോഗാവസ്ഥയോടെ രോഗി സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കാനായിട്ടും എന്താണ് അത്യന്തിക ലക്ഷ്യം കൈവരിക്കാനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം. അപ്പൊ എന്തിനാണ് അവിടെ പറയുന്നത്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് രോഗി ഏറ്റവും നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് കണ്ടീഷൻ അല്ലെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റലിൽ നിന്നോ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കാം കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. റെഫർ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടില് ഇങ്ങനെയുള്ള പ്രശ്നത്താലെ ചിലപ്പോ പെട്ടെന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ. അങ്ങനെ കൊണ്ടുവരുമ്പോ അവരുടെ ആ ഹെൽത്ത് കണ്ടീഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കി നമ്മൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ആയിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് വിടുന്നത് അല്ലെ. അവരെ വിട്ട് അവരെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകാരും പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് അല്ലെ. കാർഡിയാക് അറസ്റ്റ് തീവ്രമായിട്ടുള്ള പരിചരണം വേണം എന്ന നിലയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ തീവ്രമായിട്ട് തന്നെ അവർ പരിചരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്കപ്പ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് വേണോ, സ്കാൻ വേണോ, MRI എടുക്കണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് ECG എടുക്കണം അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് അവരുടെ ആരോഗ്യനിലയില് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി അല്ലെ, ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആക്കി മാറ്റിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയിട്ട് ഓരോ പേഷ്യൻസിനെയും വിടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് സർവീസ് കൊടുക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വായിച്ചു നോക്കാം.
മനസ്സിലായിനോ? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് വൈസ് ആണ് നമുക്ക് വായിക്കുന്നത്. ചിലപ്പോൾ ബോറടിക്കും, പഠിക്കാതിരിക്കാൻ പറ്റുന്നല്ലോ. ഫസ്റ്റ് ഒന്ന് പാരഗ്രാഫ് വൈസ് ഇങ്ങനെ ഓരോ പാരഗ്രാഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? ചെയ്ത് നോക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ, കിട്ടുന്നുണ്ടോ ആൻസേഴ്സ്? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ, കിട്ടുന്നുണ്ട്. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണ്. താങ്ക് യു.